നമസ്കാരം, ഏവർക്കും ജ്യോതിർമയി ആസ്ട്രോളജി ചാനലിലേക്ക് എൻ്റെ ഹൃദയംഗമമായ സ്വാഗതം. നമ്മൾ വീട്ടിൽ നിന്നും യാത്ര പോകുവാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് ഗൗളി ചിലച്ചാൽ, അതായത് പല്ലി ചിലച്ചാൽ ഉണ്ടാകുന്ന ഗുണാനുഭവങ്ങളെക്കുറിച്ച് ഒന്ന് പരിശോധിക്കാം. വീടിൻ്റെ മുകൾ ഭാഗത്തും കിഴക്ക്, പടിഞ്ഞാറ്, വടക്ക് എന്നീ ഭാഗങ്ങളിൽ നിന്നും ഗൗളി ശബ്ദിച്ചാൽ അഭീഷ്ടസിദ്ധിയും, ഗൗളി അഗ്നികോണിൽ നിൽക്കുകയാണെങ്കിൽ, അതായത് തെക്ക് കിഴക്ക് മൂലയിൽ നിൽക്കുകയാണെങ്കിൽ ധനലാഭവും ഫലങ്ങളാകുന്നു. അടുത്തത് ഗൗളി ശരീരത്തിൻ്റെ ചില ഭാഗങ്ങളിൽ വീണാറുള്ള ഗുണഫലങ്ങൾ പരിശോധിക്കാം. ഗൗളി നെറ്റിയിന്മേൽ വീണാൽ നിധി ദർശനം സിദ്ധിക്കുന്നതായിരിക്കും. നെറ്റിയുടെ മധ്യത്തിൽ വീണാൽ സമ്മാനലബ്ധിയും ധനലബ്ധിയും ഫലങ്ങളാകുന്നു. ചുണ്ടിൽ വീണാൽ ധന ഐശ്വര്യാദികളും ഫലങ്ങളാകുന്നു. കഴുത്തിൽ വീണാൽ സജ്ജന സംസർഗവും ഫലമാകുന്നു. ഗൗളി കൈകളിൽ വീണാൽ ധനലാഭം ഫലമാകുന്നു. ഗൗളി പാദങ്ങളിൽ വീണാൽ തീർത്ഥയാത്ര സിദ്ധിക്കുന്നതായിരിക്കും. പുരുഷന്മാരുടെ വലതുഭാഗത്ത് ഗൗളി വീണ് മേൽപോട്ട് കയറിപ്പോയാൽ ശുഭവും, സ്ത്രീകൾക്ക് ഇടതുഭാഗത്ത് ഗൗളി വീണ് മേൽപോട്ട് കയറിപ്പോയാൽ ശുഭവും ആകുന്നു. ക്ഷേത്രസന്നിധിയിലും അരയാലിൻ ചുവട്ടിലും വെച്ച് ഗൗളി ദേഹത്തു വീണാൽ ഒരിക്കലും ദോഷമില്ല. ഞായർ മുതൽ ശനി വരെ ഗൗളി കിഴക്ക് തുടങ്ങിയ ദിക്കുകളിൽ ശബ്ദിച്ചാൽ ഉള്ള ഗുണഫലങ്ങൾ പരിശോധിക്കാം. ഞായറാഴ്ച ദിവസം തെക്ക് ഭാഗത്തു നിന്ന് ഗൗളി ശബ്ദിച്ചാൽ സൗഖ്യം ഫലമാകുന്നു. തെക്കു പടിഞ്ഞാറു ഭാഗത്ത് ഗൗളി ശബ്ദിച്ചാൽ മിത്രാഗമം ഫലമാകുന്നു. വടക്കു പടിഞ്ഞാറ് ദിക്കിൽ നിന്നും ശബ്ദിച്ചാൽ വസ്ത്രാധിലാഭം ഫലമാകുന്നു. വടക്കു ഭാഗത്ത് ശബ്ദിച്ചാൽ ധനലാഭം ഫലമാകുന്നു. വടക്ക് കിഴക്ക് ഭാഗത്ത് ശബ്ദിച്ചാൽ വാർത്താ ശ്രവണം ഫലമാകുന്നു. മുകളിൽ നിന്നാണെങ്കിൽ ജയം ഫലമാകുന്നു. ഇനി തിങ്കളാഴ്ച ദിവസം പല്ലി ശബ്ദിച്ചാൽ എങ്ങനെയാണെന്ന് നോക്കാം. തിങ്കളാഴ്ച ദിവസം കിഴക്ക് നിന്ന് ശബ്ദിച്ചാൽ ധനലാഭം ഫലമാകുന്നു. പടിഞ്ഞാറെ ദിക്കിൽ നിന്നാണെങ്കിൽ ഉന്നത വ്യക്തികളുമായിട്ടുള്ള ദർശനം ഫലമാകുന്നു. വടക്കേ ദിക്കിൽ നിന്നാണെങ്കിൽ വസ്ത്രാദിലാഭം ഫലമാകുന്നു. വടക്ക് കിഴക്കേ ദിക്കിൽ നിന്നാണെങ്കിൽ മംഗളകരമായിട്ടുള്ള വാർത്താശ്രവണം സിദ്ധിക്കുന്നതായിരിക്കും. നിലത്താണെങ്കിൽ ധനസംബന്ധമായിട്ടുള്ള ലാഭം സിദ്ധിക്കുന്നതായിരിക്കും. ഇനി ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ചില ദിക്കിൽ നിന്നും ശബ്ദിക്കുകയാണെങ്കിൽ എന്തെല്ലാം ഗുണഫലങ്ങളാണെന്ന് നോക്കാം. ചൊവ്വാഴ്ച ദിവസം കിഴക്ക് നിന്ന് ഗൗളി ശബ്ദിച്ചാൽ സമ്പത്ത് ഫലമാകുന്നു. തെക്കു കിഴക്കാണെങ്കിൽ ബന്ധുവിൻ്റെ ആഗമനം ഫലമാകുന്നു. പടിഞ്ഞാറു ഭാഗത്താണെങ്കിൽ വളരെയധികം അനുകൂലത ഫലമാകുന്നു. വടക്ക് കിഴക്ക് ഭാഗത്തു നിന്നാണെങ്കിൽ വാഹനലാഭം ഫലമാകുന്നു. നിലത്ത് നിന്നാണെങ്കിൽ ഗൗളിയുടെ ശബ്ദം കേൾക്കുവാൻ ഇടയായാൽ ധനലാഭം ഫലമാകുന്നു. ഇനി ബുധനാഴ്ച ദിവസം ഓരോ ദിക്കിൽ നിന്നും ഗൗളി ചിലച്ചാലുള്ള ഗുണഫലങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. കിഴക്ക് നിന്നാണ് ഗൗളി ചിലച്ചതെങ്കിൽ സന്തോഷം ഫലമാകുന്നു. തെക്ക് കിഴക്കേ ദിക്കിൽ നിന്നാണെങ്കിൽ ധനലാഭം ഫലമാകുന്നു. വടക്കേ ദിക്കിൽ നിന്നാണെങ്കിൽ ശുഭമാകുന്നു. മുകളിൽ നിന്നാണെങ്കിൽ ഇഷ്ടവാക്യ ശ്രവണം ഫലമാകുന്നു. ഗൗളിയുടെ ശബ്ദം നിലത്തു നിന്നാണെങ്കിൽ ഐശ്വര്യം ഫലമാകുന്നു. ഇനി വ്യാഴാഴ്ച ദിവസം തെക്ക് നിന്നാണെങ്കിൽ ധനലാഭം ഫലമാകുന്നു. തെക്കു പടിഞ്ഞാറ് ദിക്കിൽ നിന്നാണെങ്കിൽ കാര്യസിദ്ധി ഫലമാകുന്നു. വടക്കു പടിഞ്ഞാറ് ദിക്കിൽ നിന്നാണെങ്കിൽ സദ്വാക്യ ശ്രവണം ഫലമാകുന്നു.
വടക്ക് കിഴക്ക് ദിക്കിൽ നിന്നാണെങ്കിൽ ഭോജന സൗഖ്യം ഫലമാകുന്നു. ഇനി വെള്ളിയാഴ്ച ദിവസത്തെ ഫലങ്ങൾ നോക്കാം. കിഴക്കേ ദിക്കിൽ നിന്നാണെങ്കിൽ ശുഭഫലമാകുന്നു. തെക്ക് കിഴക്കേ ദിക്കിൽ നിന്നാണെങ്കിൽ ഐശ്വര്യപ്രദമാകുന്നു. തെക്കേ ദിക്കിൽ നിന്നാണെങ്കിൽ ബന്ധുദർശനം ഫലമാകുന്നു. തെക്കു പടിഞ്ഞാറേ ദിക്കിൽ നിന്നാണെങ്കിൽ ഇഷ്ടകാര്യ ശ്രവണം ഫലങ്ങളാകുന്നു. പടിഞ്ഞാറേ ദിക്കിലാണെങ്കിൽ സന്തോഷം ഫലമാകുന്നു. വടക്ക് കിഴക്കേ ദിക്കിൽ നിന്നാണെങ്കിൽ ശത്രുജയം ഫലമാകുന്നു. മുകളിൽ നിന്നാണെങ്കിൽ ധനലാഭം ഫലമാകുന്നു. അടുത്തത് ശനിയാഴ്ച ദിവസത്തെ നോക്കാം. ശനിയാഴ്ചയിൽ കിഴക്കേ ദിക്കിൽ പല്ല് ചിലച്ചാൽ ബന്ധുവാർത്താ ശ്രവണം ഫലമാകുന്നു. തെക്ക് കിഴക്കാണെങ്കിൽ ധനലാഭം ഫലമാകുന്നു. തെക്കേ ദിശയിൽ നിന്നാണെങ്കിൽ ഉന്നത വ്യക്തിയുമായി കാണുവാനുള്ള സാഹചര്യമുണ്ടായിരിക്കും. പടിഞ്ഞാറേ ദിക്കിൽ നിന്നാണെങ്കിൽ വസ്ത്രാദി ലാഭം ഫലമാകുന്നു. വടക്കു പടിഞ്ഞാറേ ദിക്കിൽ നിന്നാണെങ്കിൽ സ്ത്രീഭോഗം ഫലമാകുന്നു. വടക്ക് നിന്നാണെങ്കിൽ പ്രിയ സമാചാരം ഫലമാകുന്നു. നിലത്ത് നിന്നാണെങ്കിൽ കാര്യസിദ്ധി ഫലമാകുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.